ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത ലക്ഷ്യം, അടുത്ത പ്രവർത്തനം എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെപ്പറ്റി നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ ശത്രുവാണ്. ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് എന്താണ് ഒരു ആങ്സൈറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ശത്രുവാണ്. കാരണം നിങ്ങൾ ഭാവിയിൽ രക്ഷപ്പെടുമോ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പണമോ ജോലിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് ഒക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് വേറെ ഏതെങ്കിലും വ്യക്തി ജീവിതത്തിലോട്ട് നിങ്ങൾ പോകുമോ, നിങ്ങൾ അതേ കൂടി സന്തോഷം ഉണ്ടാവുമോ എന്നൊക്കെ ഉദ്ദേശിച്ച് അതിലൊരുപാട് ആങ്സൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ പോലും നിങ്ങളെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചിട്ടില്ല. അത്രമാത്രം ആങ്സൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ ഈ വ്യക്തി, അതായത് ഈ ശത്രുസ്ഥാനത്തുള്ള ഒരു വ്യക്തി. കൂടുതലും ഇവിടെ ഒരു സ്ത്രീ സാന്നിധ്യമാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പല വീഴ്ചകളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് മറന്ന് അതൊക്കെ ഇത്തിരി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് വന്ന് ഇത്തിരി ഒന്ന് എന്താ പറയാ നടന്നതൊക്കെ നടന്നു. ഇനി ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ, നല്ല രീതിക്ക് എനിക്കൊന്ന് ജീവിക്കണം. പക്ഷെ എന്തിനു ഇറങ്ങുമ്പോഴും തടസ്സമാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റിക്കവറായിട്ട് വരുമ്പോൾ അടുത്ത പരിപാടി തുടങ്ങും. അത് ചിലപ്പോൾ അത് വ്യക്തിബന്ധത്തിന്റെ കാര്യത്തിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജോലിയുടെ പരിപാടിയിലായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ കുടുംബത്തിന്റെ കാര്യത്തിലായിരിക്കണം. കാരണം ടോട്ടൽ കുടുംബത്തിലാണ് നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം എന്ന് പറയുന്ന വ്യക്തി എന്താ പറയാ കുളം കലക്കി മീൻ പിടിച്ചിരിക്കുന്നത്. ടോട്ടൽ കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ട്. നിങ്ങളോടെന്ന് പറയുന്ന വ്യക്തിനോട് മാത്രമല്ല, ഒരു 30% ആളുകൾക്ക് മാത്രം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ടോട്ടൽ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്തൊക്കെ ഒരുപാട് പണികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. കൂടുതലൊരു സ്ത്രീ സാന്നിധ്യമാണ് കാണിക്കുന്നത് ഇവിടെ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇവരെ കൊണ്ടിട്ട് ഉറക്കമില്ലായ്മ, ബുദ്ധിമുട്ടുകള്, അതല്ലാന്നുണ്ടെങ്കിൽ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങള്, ബുദ്ധിമുട്ടുകള്, അങ്ങനെയുള്ള കാര്യങ്ങള് ഉണ്ടായിട്ടും ഉണ്ട്, ഇപ്പോഴും നിലവിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ടോട്ടൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വീട്ടിലോ നിങ്ങൾ തമ്മിൽ വീട്ടുകാരായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ വ്യക്തിയുമായിട്ടോ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു തടസ്സം കയറി വരുന്ന പോലത്തെ ഉള്ള ഒരു കാര്യങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് വരെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന, അത് ഒരുപാട് കാര്യങ്ങളുടെ അടുത്തോട്ട് എത്തുന്ന ഒരവസ്ഥ. ചെറിയ കുഞ്ഞു കാര്യങ്ങൾ വലിയ പറഞ്ഞ് അത് വലിയ കാര്യങ്ങളിലോട്ട് എത്തുന്നു. അത് കുറെ നേരം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അയ്യോ ഇതൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഈ ചെറിയ മൈന്യൂട്ട് കാര്യത്തിനാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു അവസ്ഥ. കാരണം ഈ പുറത്തുനിന്ന് നല്ല രീതിയിൽ പുറത്തുനിന്നും ഉണ്ട് ശത്രു, അകത്ത് ഉള്ള ആളുകളും ഉണ്ട്. അകത്തും പുറത്തുള്ള ആളുകൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരും ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള കാര്യം കാരണം പല
സെലിബ്രേഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിനെ കൊണ്ട് മുടക്കങ്ങൾ കാണിക്കുന്നുണ്ട്. കൂടുതൽ ഒരു സ്ത്രീ സാന്നിധ്യമാണ് കേട്ടോ കാണിക്കുന്നത്. ഉം. ഇങ്ങനെ ചില ആളുകളുടെ മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ മുടക്കിയ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാം കണ്ട് രസിച്ച് ചിരിക്കുന്നു. എന്നാ ഉള്ളില് എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, തമ്മിൽ തല്ലിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ട് അതിന്റെ ഉള്ളിലൊരു ചിരി ഉണ്ടാക്കുക. അതൊക്കെ മോശമാണ്. എന്ത് മൈൻഡാണ് ഇതൊക്കെ? അതൊക്കെ ഒരു വൃത്തികെട്ട മൈൻഡാണ്. നമ്മളിപ്പോ ആരെയും അറിയാൻ പാടില്ലാത്തവരാണെങ്കിലും ഒരു നല്ല ഒരു മാരേജ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു നല്ല ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും മനസ്സിന്റെ അകത്തൊരു സന്തോഷം. അല്ലാന്നുണ്ടെങ്കിലേ അതിപ്പോ ആ വ്യക്തി ആരാണെന്ന് പോലും അറിയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു മനസ്സിന്റെ അകത്തൊരു സന്തോഷമല്ലേ വരുന്നത്. ഇത് അങ്ങനെ എന്താണ് ഈ വെല്ലുവിളി, പിന്നെ എന്താ പറയാ, രക്ഷപ്പെടാൻ സമ്മതിക്കായിക, ഈ ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള എനർജി പരിപാടികളൊക്കെ ചെയ്ത് കുളം കലക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൽ നന്നായിട്ട് നടന്നിട്ടുണ്ട്. നേരത്തെ നടന്നിട്ടുണ്ട്. ഇത് കുറെ നാളായിട്ട് അനുഭവിച്ച് ഇതിന്റെ ഈ ഒരു നിഴലിൽ തങ്ങി നിൽക്കുന്ന ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ പതിയെയാണ് നിങ്ങളുടെ ശത്രുവിനെ മനസ്സിലാക്കിയത്. നിങ്ങൾ പതിയെയാണ് ആരാണ് ശത്രു, എവിടെ നിന്നാണ് ശത്രു എന്നൊക്കെ മനസ്സിലാക്കി പോകുന്നത്. ഓക്കെ. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പരിപാടികളൊക്കെ ജീവിതത്തിൽ നടന്നു. ജീവിതത്തിൽ ഏകദേശം ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ ഒരുപാട് പേര് പോയി. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു നോർമൽ അല്ലാത്ത പോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നു. നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ചില ആളുകൾക്ക് ദേഷ്യം കൂടുതൽ വരും. ചില ആളുകൾക്ക് എന്താ പറയാ, എന്താണ് എന്നുള്ള ഒരു ആങ്സൈറ്റി. ഇനി അടുത്തത് എന്താവും, ഇനി എന്താവും. കാരണം നിങ്ങൾ ഇപ്പോഴും ഒരു തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച ഒരു നോർമൽ ആയിട്ടുള്ള വെള്ളം കണ്ടു കഴിഞ്ഞാലും പേടിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയാണ് അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ശരിയാവുന്നതാണോ. അതൊരു വ്യക്തിബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും മക്കളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ്, ജോലി, അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും. കാരണം എല്ലാം നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. പക്ഷെ നിങ്ങൾ ഡബിൾ മൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അയ്യോ എനിക്ക് ശരിയാകുമോ, ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ അനുഭവിച്ചത്, കാരണം എന്റെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത. അത് നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് പല കാര്യങ്ങളും A to Z കിട്ടാൻ വേണ്ടിയിട്ടും ഇവരുടെ കൂടെ തന്നെ നിങ്ങളെ അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളെ അത്രയും മാനസികമായിട്ടും മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും അറിയാവുന്ന വ്യക്തി തന്നെയാണ് കൂടെ ഉള്ളത്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം ഉള്ളത്. അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. കാരണം ഇത് എന്തെങ്കിലും ഒരു ചിരിച്ച് എന്തെങ്കിലും ഒരു സോപ്പ് രീതിയിൽ ഇങ്ങനെ, അതായത് ഇവരുടെ ഒരു സംസാരം എന്ന് പറയുന്നത് മറ്റേ സോപ്പ് കമ്പനിക്കാർ വരെ തോറ്റുപോകും. അത്രക്കുള്ള സോപ്പിംഗ് ആയിരിക്കും. സോപ്പിൽ വരെ ഇത്രയും പത ഉണ്ടാവൂല. സോപ്പ് കമ്പനിക്കാരൊക്കെ ഇവരുടെ അടുത്ത് തൊഴുത് നമിച്ച് നിൽക്കണേണ്, ഇത്രയും പത എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റണേന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുപോലത്തെ സോപ്പ് പതപ്പിക്കലായിരിക്കും. പക്ഷെ ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഇവരൊരു സംഭാഷണത്തിനോ അല്ല ഇവരെന്തെങ്കിലും ഒരു ചിരിച്ചു കളിച്ച് എന്തെങ്കിലും മുത്തേ പൊന്നെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ശത്രു ആരാണ്. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനും നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളൊക്കെ, അടുത്ത പരിപാടി നീക്കുപോക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടുമാണ് ഈ
ഈ മദാമ അല്ലെന്നുണ്ടെങ്കിൽ ഈ മച്ചമ്പിയുടെ ഒരു പ്ലാനിങ്. മനസ്സിലായ? കാരണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇനി നിങ്ങൾ ഒളിവിലും മറവിലൊക്കെ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഈ ഒരു കാര്യത്തിന് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് അടുത്ത് കൂടിയാലല്ലോ പല കാര്യങ്ങളും പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കരം. ഈ നമ്മള് എന്താ പറയാ 2050 2070 ഈ കുശുമ്പിനും അസൂയക്കും മരുന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് കൂടുതലും ഇപ്പൊ 2025 ഈ കുശുമ്പിനും അസൂയയും ഇപ്പോഴും എന്താ പറയാ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഈ കൂടുതൽ ഈ കുശുമ്പോ അസൂയൊക്കെ കൊണ്ടിട്ടാണ് കൂടുതലും നിങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു പക്ഷേ നല്ല ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തിയോ അതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളോ മറ്റുള്ളവരുടെ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളോ അതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അപ്പൊ ഇവര് നിങ്ങൾ ഇവരുടെ ആ ഒരു ഇത് ഭേദിച്ച് മുകളിലോട്ട് പോകുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ. കുറച്ചാളുകൾക്ക് അതാണ്, കുറച്ചാളുകൾക്ക് അതൊന്നുമല്ല. ടോട്ടലി അങ്ങോട്ട് കുളം കലക്കുക, വെറുതെ ഒരു കുളം കലക്കുക. അതിൽ നിന്നുള്ള ഒരു എന്താ പറയാ ഒരു മനസുഖം, ഒരു ആത്മനിർവൃതി. എന്തു പറയാനാണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാനേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പേഴ്സണൽ റീഡിങ് എടുക്കാൻ വരുന്ന ആളുകൾ എനിക്ക് പറയാനുള്ളത് ഉള്ളത് കാണുന്നത് ഉള്ളത് എന്താണോ അത് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പറയും കേട്ടോ. അല്ലാതെ ഇപ്പൊ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് പറയും. അല്ലാതെ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഇവിടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരുന്ന് ബ്രെഡും ജാമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ പറയും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുള്ള എന്താണ് ആക്ച്വൽ ഫീലിങ്സ് എന്താണ് അത് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നതല്ലേ നല്ലത്. സത്യത്തിന്റെ മുഖം എന്ന് പറയുന്നത് കുറച്ച് കയ്പുകളൊക്കെ ഉണ്ടാവും. നല്ല ഇപ്പൊ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് പറയും. നമ്മൾ സത്യം അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കുറെ നിങ്ങളിപ്പോ നിങ്ങളില്ലാത്തതുകൊണ്ട് അവരിപ്പോ എന്താ പറയാ 10 ദിവസമായിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല, അവര് കഞ്ഞിക്ക് ഉപ്പിട്ടിട്ടില്ല, കഞ്ഞിക്ക് ചമ്മന്തി കൂട്ടുന്നില്ല, അവര് ബിരിയാണി ഒഴിവാക്കിയിരിക്കുവാണ്. അതൊക്കെ നമ്മളെങ്ങനെ പറയും? ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയാൻ എന്നെ കൊണ്ട് വയ്യാട്ടോ. ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഒരു പരിപാടി ചെയ്യുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പെർഫെക്ഷനോടുകൂടി ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതെന്താണോ കാണുന്നത് അതേ പറയുള്ളൂ. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഏഞ്ചലിൻ്റെതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടുതലുണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സർക്കിൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നടന്ന പല കാര്യങ്ങളും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. കൂടുതൽ ദേഷ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താ പറയാ അതൊന്ന് കൺട്രോൾ ചെയ്യുക. ദേഷ്യമോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെയും ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക. സെൽഫ് അക്സെപ്റ്റൻസ് അറിയാലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ എനിക്കിപ്പോ ദേഷ്യം വന്നു ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് കോക്കറി കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഞാന്ന് പറഞ്ഞ് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ തിരുത്തേണ്ടത് നമ്മൾ തന്നെ തിരുത്തണം. അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന ആളുകളുടെ മുഴുവൻ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്ട് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും നിങ്ങൾക്ക് കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.